നമസ്കാരം. അപ്പോൾ വൈൽഡ് കാർഡുകളുടെ കൺഫർമേഷൻ ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനൊന്നും നമ്മൾ കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് 100% കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമുക്കറിയാലോ, നമ്മളെ ഈ വീഡിയോ വഴി കൺഫർമേഷൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഉറപ്പായിട്ടും നടന്നിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ നടക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ആ കൺഫർമേഷൻ പറയുന്നത്. നമ്മളിട്ട 6 പേരിൽ അഭിഷേക് ജയദീപ് കൺഫേംഡ് ആണ്. കൺഫേംഡ് 100% കൺഫേംഡ് മിസ്റ്റർ ഗേ ആയ അഭിഷേക് ജയദീപ്. അടുത്ത അഭിഷേക് ശ്രീകുമാർ കൺഫേംഡ് ആണ്. ഇവർക്ക് എഗെയിൻസ്റ്റ് ആണ് നിൽക്കുന്ന LGBTQ കമ്മ്യൂണിറ്റി, ക്യൂർ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് നിൽക്കുന്ന ആരാണ്? അഭിഷേക് ശ്രീകുമാർ. അടുത്ത സായി കൃഷ്ണ 101% കൺഫേംഡ് ആണ്. ഇനി ഒരു തരി പോലും നമുക്ക് കൺഫർമേഷൻ പിന്നീട് ഒരു ഡൗട്ട് ഇല്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ അവസാന ഘട്ടങ്ങളിൽ പറയാം എന്ന് കരുതി വെച്ചിരുന്ന ഒരു സാധനമാണ്. ഇപ്പൊ എന്തായാലും ഇവര് അതിനകത്ത് കയറി അല്ലെങ്കിൽ അവിടേക്ക് പോയിട്ടുണ്ട്, കാരവലിൽ ഇരുന്ന് പോയിട്ടുണ്ട് എന്നുള്ള കൺഫർമേഷൻ കൃത്യമായിട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനൊരു സംഭവം പറഞ്ഞത്. ഈ പറയുന്ന 6 പേരിൽ, കഴിഞ്ഞോട്ട് കിട്ടുന്ന 6 പേരിൽ ഒരാളുടെ കാര്യം ഡൗട്ടാണ്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ പൂജ കൃഷ്ണയും 101% കൺഫർമേഷൻ നമുക്ക് ആയിട്ടുണ്ട്. ഈ പറയുന്ന പൂജ കൃഷ്ണയും അതിനകത്ത് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത DJ സിബിൻ. ഈ DJ സിബിനും ഇതുപോലെ 101% കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അതിനകത്ത് കയറുന്നു. പിന്നെ ഒരു പേര് നമ്മുടെ നന്ദനയുടെ ഒരു പേര് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൽ നന്ദനയുടെ പേര് ഇതുവരെ അവരൊരു കൺഫർമേഷൻ പറയുന്നില്ല. നന്ദനയുടെ കേസ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് വിശ്വസിച്ച്, നന്ദനയുടെ നമ്മൾ വേറെ അപ്ഡേറ്റ് നോക്കിയപ്പോൾ നന്ദന ഏതാണ്ട് അവിടെ എത്തിയിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് നല്ല ജെന്യൂൻ സോഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും കിട്ടുന്ന ജെന്യൂൻ സോഴ്സിൽ നിന്നുള്ള കിട്ടിയ റിപ്പോർട്ടിൽ നന്ദന അവരൊരു ഡൗട്ട് പറയുന്നുണ്ട്. ചിലപ്പോ ഇൻ കേസ് എന്റെ ഒരു പോസിബിലിറ്റിയാണ്, ഈ 5 പേരെ ഒത്ത് കയറ്റി നന്ദനയായിരിക്കാം ഏറ്റവും അവസാനം കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അപ്ഡേറ്റ് കിട്ടാത്തതായിരിക്കും ഇതിനകത്തോട്ട്. അതായത് നമ്മുടെ ഈ സ്റ്റേഡിയത്തിനകത്തോട്ട്, ഇവരുടെ സ്റ്റേജിലോട്ട് ആരെയൊക്കെ വിളിക്കുന്ന മുറയ്ക്കാണല്ലോ ഇവർക്ക് ഈ അപ്ഡേറ്റ് കിട്ടുന്നത്. അപ്പം ഈ പറഞ്ഞ 5 പേരും അതിനകത്തോട്ട് വന്നിട്ടുണ്ട്. നന്ദനയുടെ പേര് ഇതുവരെയ്ക്കും നന്ദന എത്തിയിട്ടില്ല. ചിലപ്പോൾ നന്ദന ഇനി തിങ്കളാഴ്ചയാണോ കയറുന്നത് അറിയത്തില്ല. ഇനി ഏറ്റവും അവസാനമാണ്, ഏറ്റവും ഇതൊക്കെ തീർന്നതിന് ശേഷം, ലാലേട്ട് എല്ലാവരെയും കയറ്റി തീർന്നതിന് ശേഷം ബാക്കി കൂടി പോയതിനു ശേഷമാണോ ഇവിടെ കയറ്റുന്നതും എന്നും ഒരു പിടുത്തമില്ല. അതുപോലെ നന്ദന നമുക്കിപ്പോൾ അറിയാൻ കഴിയും, നന്ദന എന്ന് പറയുന്നത് ഒരു കോമൺ കാറ്റഗറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് ലാലേട്ടൻ പറയും എന്നൊക്കെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. കോമൺ കാറ്റഗറിയിൽ നിന്നാണ് നന്ദന എടുത്തിട്ടുള്ളതെന്ന് അറിയുന്നു. അതായത് അന്ന് നമ്മൾ കോമൺ കാറ്റഗറിയിൽ കുറെ ഫോട്ടോസ് കാണിച്ചല്ലോ, അതായത് ഒരു ഫോട്ടോ നന്ദനയുടെ ഫോട്ടോ ആണെന്നുള്ള അപ്ഡേറ്റും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് 5 പേര് കൺഫേം ആക്കിയോ, 100% കൺഫേം. ഈ 5 പേര് നന്ദനയുടെ കേസിൽ സ്റ്റിൽ ഡൗട്ട്, ഒരു 10% ഡൗട്ട് ഉണ്ട്. ചിലപ്പം വരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ചിലപ്പോൾ ഇനിയിപ്പോൾ നാളത്തേക്കാണോ, അല്ലെങ്കിൽ ഒന്നുകിൽ നാളത്തേക്കായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അവസാനമായിരിക്കും ഇവർ കയറുന്നത്. ഇവരൊക്കെ കയറിയതിനു ശേഷം ഏറ്റവും അവസാനമായിരിക്കും നന്ദന കയറുന്നത്. അതുകൊണ്ടായിരിക്കും നമുക്ക് കിട്ടാൻ താമസിക്കുന്നത്. നമുക്ക് എവിക്ഷൻ റിപ്പോർട്ടുമായിട്ട് വീണ്ടും വരാം. ആരൊക്കെ എവിക്റ്റ് ആയി എന്നുള്ളത് നമുക്ക് അപ്ഡേറ്റ് 100% അപ്ഡേറ്റ് നമ്മൾ തന്നിരിക്കും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.